ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി എപ്പിസോഡാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിട്ടുള്ള എന്താ പറയുക, ഭയങ്കരമായി ത്രില്ലടിപ്പിക്കുന്ന ഒരു എപ്പിസോഡ്. അങ്ങനെ ഗീതുവും അതുപോലെ കിഷോറും തമ്മിലുള്ള അവിഹിത ബന്ധം കണ്ടുപിടിക്കാനായിട്ട് പുറത്ത് രണ്ടു കൂട്ടങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദ് അകത്ത് കയറിയത് ഇവരാരും അറിയുന്നില്ല. അപ്പോൾ ഗീതാഞ്ജലി മേഡമാണ് എന്നെ വിളിച്ചു കയറ്റിയതെന്നും പറഞ്ഞുകൊണ്ട് ആശാൻ വലിയ ഷോ കാണിച്ചപ്പോൾ ഗോവിന്ദ് ചോദിച്ചു, ദേ ഇരിക്കുന്ന മേഡമാണ്, ആരാ നിന്നെ വിളിച്ചു കയറ്റിയത്? ഈ ഇരിക്കുന്ന ഗീതാഞ്ജലി മേഡമാണെന്ന് ഇവൻ പറഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഇരുന്നത് ആരാ? അവർണിക. അങ്ങനെ അവർണികയെ കണ്ടപ്പോഴേക്കും ഭൂലോകം മുഴുവൻ ഇടിഞ്ഞ് അവൻ്റെ തലയിലേക്ക് വീണ ഒരവസ്ഥയിൽ കിഷോർ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നീ എന്താടാ വിചാരിച്ചത് എന്ന് ചോദിച്ച് കിഷോറിനെ നമ്മുടെ ഗോവിന്ദും അവർണികയും കൂടെ ചോദ്യം ചെയ്യുന്നു. നീ ഇത് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ കെണിയല്ല, ഇത് നിനക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയ കെണിയാണെന്നും നീ പറഞ്ഞതൊക്കെ ഞങ്ങൾ തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങിയെന്നാണോ നീ വിചാരിച്ചത് എന്ന് അവർണികയും ഗോവിന്ദും കൂടി ഇങ്ങനെ ചോദിക്കുവാണ്. ഇവനങ്ങനെ അങ്ങ് എന്താ പറയുക, ചൂളി നിൽക്കുന്നൊരവസ്ഥ. പിന്നെ ഇനി ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന് വന്നൊരവസ്ഥ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗീതാഞ്ജലിയോട് ഇവനുള്ള ആവേശവും അല്ലെങ്കിൽ ആ ഒരു ഇതെല്ലാം അവർക്ക് മനസ്സിലായി. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്കാര്യങ്ങൾ പറഞ്ഞ് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുവാണ്. അതിനുശേഷം പിന്നെ ഇവരെ അതായത് കിഷോറിനെ അവർ പിടിപിടിക്കപ്പെടും എന്നുള്ള ഒരു ഇതിലിങ്ങനെ വന്നു. അപ്പോൾ ഇനി നിനക്ക് ശിക്ഷ വിധിക്കുന്നത് ഞങ്ങളാണെന്നും നിനക്കുള്ള ശിക്ഷ ഇനി പരസ്യമായിട്ടാണ് വിധിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ പറയുമ്പോഴേക്കും കിഷോർ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്തിട്ട് കയ്യിലേക്ക് അങ്ങ് പിടിച്ചു. എന്നിട്ട് ഇവരെ വെടിവെക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അവിഹിതം, ഗീതാഞ്ജലിയുടെ ഭർത്താവും എൻ്റെ ഭാര്യയും തമ്മിലുള്ള അവിഹിതം കണ്ടുമുട്ടിയ ഭാര്യ കൊന്നു, ഇവരെ രണ്ടുപേരെയും കൊന്നു എന്നുള്ള രീതിയിൽ ഗീതാഞ്ജലിയുടെ തലയിലേക്ക് ആ ലേബലും വെച്ച് കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ വെടിവെക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്കും നമ്മുടെ അവർണിക വന്ന് ഈ തോക്കൊക്കെ പിടിച്ചു. തോക്ക് പിടിച്ചപ്പോഴത്തേക്കും നമ്മുടെ കിഷോറിനെ നമ്മുടെ ഗോവിന്ദും വന്ന് വട്ടം പിടിച്ചു. അപ്പോൾ ഗോവിന്ദ് സാർ ഓടി രക്ഷപ്പെട്ടോളൂ, ഇവനെ സ്നേഹിച്ചു പോയ കുറ്റത്തിന് ഇവൻ്റെ കൈകൊണ്ട് തന്നെ തീരട്ടെ ഞാനെന്നും പറഞ്ഞുകൊണ്ട് അവർണിക തോക്കിനെ പിടുത്തം പിടിക്കുക. അപ്പോൾ ഇതുപോലെ ഒരു നെറുകെട്ടവനെ പോലെ ഉള്ളവൻ്റെ ജീവൻ അല്ലെങ്കിൽ അവൻ്റെ തോക്കിൻ്റെ ഇതിലും മരിച്ചു വീഴേണ്ടവളല്ല നീ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദും. അപ്പം നീ എങ്ങനെയാണ് ഇത്രയും ചതിയനായി പോയതെന്നൊക്കെ അവർണിക ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉന്തും തള്ളും പിടിയായി അവർണികയെയും ഗോവിന്ദിനെയും കിഷോർ പിടിച്ച് തള്ളി. എന്നിട്ട് ഇവൻ ഈ തോക്കും പിടിച്ച് ഇവർ രണ്ടുപേരുടെയും നേരെ. അപ്പോൾ ഗീതാഞ്ജലിയുടെ പ്രിയപ്പെട്ട കണ്ണേട്ടനും എൻ്റെ ഭാര്യയും ഇന്ന് ഇവിടെ അവസാനിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇവൻ അവരെ കൊല്ലാനായിട്ടുള്ള ഇതൊക്കെ ഇങ്ങനെ നോക്കുക. അപ്പോൾ പിടിക്കാനിതൊന്നിനും പറ്റുന്നില്ല. അപ്പോൾ ഏത് നിമിഷവും മരണം സംഭവിക്കും എന്നുള്ളൊരു ഭയാനകമായൊരു നിമിഷത്തിലൂടെ ഇവർ കടന്നു പോകുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലൂടെ ഇവർ കടന്നു പോകുമ്പോൾ ഇവൻ ആ ഗുഡ് ബൈയും പറഞ്ഞ് തോക്കെടുത്ത് ഇവരുടെ നേരെ നീട്ടുകയല്ല, സൈഡിൽ നിന്ന് കിഷോറിനെ ഒരാൾ ചവിട്ടി വീഴ്ത്തി. അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ അജാസിക്കയായിരുന്നു. അജാസിക്ക അവിടെ രംഗപ്രവേശനം നടത്തുന്നത് ഇവരാരും അറിഞ്ഞില്ല. ഈ സമയത്താണ് ഇവരുടെ അനക്കവും ബഹളവും ഒന്നും കേൾക്കാതെ വന്നപ്പോഴേക്കും സുവർണയും വരുണും കൂടി ചേർന്ന് എന്തായെന്നറിയാതെ പുറത്തിങ്ങനെ നിന്ന് വിമിഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ വൈകിച്ചാൽ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുമെന്നും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് അകത്ത് കയറണം, അവരെ രണ്ടുപേരെയും കയ്യോടെ പിടികൂടണം, ആ ഒരു വീഡിയോ ക്ലിപ്പൊക്കെ എടുക്കണമെന്നും പറഞ്ഞ് രണ്ടെണ്ണങ്ങളും കൂടെ അകത്തേക്ക് കയറും. അപ്പോൾ വാതിൽ ലോക്ക് ചെയ്തേക്കുവാണല്ലോ. വരുൺ എന്ത് ചെയ്തു, വാതിൽ നമ്മൾ ഇടിച്ചു തുറന്ന് കയറിയ ഒരു സിറ്റുവേഷൻ ആവട്ടെ എന്ന് വിചാരിച്ച് ഇവനാണെങ്കിൽ ഒരൊറ്റ ഉന്തി, പക്ഷെ വാതിൽ തുറന്ന് കിടക്കുമായിരുന്നു. ഇവൻ പോയി തെറിച്ച് അങ്ങ് വീണു. ഇതാരും ഈ വാതിൽ തുറന്നിട്ടതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കയ്യും തൂത്ത് വരുമ്പോൾ സുവർണ ചോദിച്ചു, അയ്യോ വരുണൻ സാറിന് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിച്ച് ഇവർ നിൽക്കുമ്പോൾ നമ്മുടെ ഗീതാഞ്ജലി ഇറങ്ങി വന്നു. ഗീതു ഇറങ്ങി വന്നപ്പോഴത്തേക്കും വരുണേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരും കേട്ടോ. ഗീതു അതിനേക്കാളും വലിയ അഭിനയമാണ്. ഇറങ്ങി വന്നിട്ട് എന്നെ രക്ഷിക്കണം വരുണേട്ടാ, ആ കിഷോർ എന്നെ നശിപ്പിക്കും, അവൻ മുകളിലുണ്ട്, അവനെൻ്റെ മാനം കവർന്നെടുക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞു. മതി, നിർത്തടി, നിൻ്റെ അഭിനയം നിർത്തടി, നീയും അവനും ഇതിനകത്തുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞു. വരുൺ അന്നേരത്തേക്കും നമ്മുടെ ഗീതുവിനോട് സംസാരിക്കുക. നിൻ്റെയും അവൻ്റെയും ബന്ധം കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീതു നിന്ന് അഭിനയിക്കുന്നു. സുവർണയാണ് നല്ല കണക്കിന് അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ക്ലിപ്പ് എടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുൺ പറഞ്ഞു, ഇനി രണ്ടുപേരും കൂടി ഇങ്ങോട്ടേക്ക് വരാനുണ്ട്, അവിടെ തീർന്നടി നിൻ്റെ ജീവിതം, ഗോവിന്ദേട്ടനും അമ്മയും കൂടി ഒന്ന് വന്നോട്ടെ, നിൻ്റെ എല്ലാ അവിഹിതവും ഞാൻ തീർത്ത് തരാമെന്നൊക്കെ പറഞ്ഞു. അയ്യോ വരുണേട്ടാ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഗീത അവിടെ നിന്ന് അഭിനയിക്കും കേട്ടോ. ഈ സമയത്ത് മോളിൽ അജാസിക്കയെ മറികടന്നുകൊണ്ട് ഇവൻ ഈ കിഷോർ എൻ്റെ അടുത്തേക്ക് ആരെങ്കിലും വന്ന് എല്ലാത്തിനും കൊന്നു തള്ളും ഞാൻ, ഇനി ആരും ഇവിടുന്ന് പുറത്ത് പോകില്ലെന്നും പറഞ്ഞുകൊണ്ട് ഈ തോക്കെടുത്ത് ഇവൻ കാഞ്ചി വലിക്കുക. പക്ഷേ അതിനകത്ത് ഉണ്ട ഉണ്ടായിരുന്നില്ല. വലി പക്ഷെ ഉണ്ട പുറത്തേക്ക് വരുന്നില്ല. കിഷോർ ചമ്മിപ്പോയി. കിഷോർ ഇങ്ങനെ ഞെട്ടി പറിച്ച് നിൽക്കുക, ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. പിന്നെ അവിടെ കിടന്നിട്ടൊരു
എന്താ പറയുന്നത്, കുച്ചിപ്പിടിയാണോ ഭരതനാട്യമാണോ ചവിട്ട് നാടകമാണോ ഒന്നും പറയാനില്ല. അജാസിക്കയും അതുപോലെ നമ്മുടെ ഗോവിന്ദും കൂടി അവനെ പട്ടിയെ തല്ലുന്നത് പോലെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടി അടിച്ച് തകർത്തു. അപ്പോഴേക്കും ആ തോക്ക് അവർണിക എടുത്തു. അവർണിക എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുമ്പോഴാണ് അവർണികയുടെ തോക്കാണെന്നുള്ള കാര്യം അവർണികയ്ക്ക് മനസ്സിലാകുന്നത്. അവർണിക എന്നിട്ട് നോക്കി നിൽക്കുകയാണ്. ഇനി ഇവൻ ജീവിക്കേണ്ട അവർണിക എന്ന് നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു. നിന്റെ കൈകൊണ്ട് തന്നെ ആവട്ടെ ഇവൻ്റെ മരണം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ പറഞ്ഞു കിഷോറിൻ്റെ ഇങ്ങനെ കൊങ്ങയ്ക്ക് കയറി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഇത് ഡാഡിയുടെ കയ്യിലിരുന്ന തോക്കല്ലേ എന്ന് അവർണിക ചോദിച്ചു. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്ര പേടിക്കുമായിരുന്നോ എന്ന് ചോദിക്കുവാണ് നമ്മുടെ അവർണിക. അപ്പം അതെന്താ അവർണിക എന്ന് ഗോവിന്ദ് ചോദിച്ചു. അപ്പം ഇതിൽ ബുള്ളറ്റ് ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഗോവിന്ദിനോട് പറയുന്നു അവർണിക. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യേന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ നിൽക്കുന്നു. ഈ പൊട്ടൻ കിഷോർ ചമ്മി നിൽക്കുക കേട്ടോ. എടാ ബുള്ളറ്റ് ഇല്ലാത്ത തോക്കുമായിട്ടാണ് കേട്ടോ പട്ടി നീ വരുന്നതെന്ന് ചോദിച്ചു. കൂട്ടത്ത് അവൻ്റെ കാരണക്കുറ്റി നോക്കി ചാറ പറ എന്നും പറഞ്ഞു ഗോവിന്ദ. അവൻ്റെ കവളക്ക വേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല. അവനിങ്ങനെ ചമ്മി നിൽക്കുക. നിന്റെ കള്ളത്തരം കണ്ട് നിന്നെ കൊല്ലാതിരിക്കാൻ ഞാൻ തന്നെയാണ് ഇതിലെ ബുള്ളറ്റ് മാറ്റിയത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അവർണിക്ക് ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോഴാണ് ഇവൻ കഥയും കാര്യങ്ങളും പറയുന്നത്. പിന്നതേ നമ്മുടെ അജാസിക്കയുടെ വകയായി കൊടുത്തു. ഇത് ഞങ്ങളെ വെറുതെ പേടിപ്പിച്ചതിനാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു തെറ്റ് പറ്റിപ്പോയി, അപ്പോൾ എന്നെ കൊല്ലരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിഷോർ കരയുമ്പോൾ സാറ് പറ ഇവനെ ഞാൻ എന്താ ചെയ്തത് പറയാൻ പറഞ്ഞു അജാസിക്ക. എടാ നാണം കെട്ടവനെ, നിനക്ക് ഞങ്ങളെ വെച്ച് അവിഹിതകഥ കൂടി ഉണ്ടാക്കണം അല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ്റെ അടിനാവി നോക്കി കൊടുത്തു നമ്മുടെ ഗോവിന്ദ്. അവൻ അവിടെ കറങ്ങി അടിച്ച് വീണു. ഇനി നമ്മുടെ ആശാനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലാത്ത രീതിയിൽ ഗോവിന്ദാക്കി. അവൻ അവിടെ കിടന്ന് വേദന കൊണ്ട് പൊളയുവാണ്. ശരിക്കും കൊടുത്തെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് കൊടുത്തു. അപ്പോൾ എന്നെ കൊല്ലരുതെന്നും പറഞ്ഞു കിഷോർ കിടന്നിങ്ങനെ അയ്യോ പാപ വയ്ക്കാം, ഇതേ എൻ്റെ കുഞ്ഞിൻ്റെ മുഖം എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ എന്നിട്ട് അവിടെ കിടന്നിങ്ങനെ ഉരുണ്ട് കളിക്കാം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് അറപ്പാ തോന്നുന്നു ഇവനോട്. അങ്ങനെ കിഷോർ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർണികയുടെ നെഞ്ചു പൊട്ടിപ്പോകുന്നൊരു വേദന. എന്നിട്ട് അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഗീതു ഇവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ. അപ്പോഴേക്കും വരുൺ നിർത്തടി നിൻ്റെ കള്ളക്കരച്ചിൽ എന്നും പറഞ്ഞുകൊണ്ട് ഇനി നീ എത്രയൊക്കെ അഭിനയിച്ചാലും നിനക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. നീയും കിഷോറും ഇവിടെ ഒന്നിച്ചുണ്ടായിരുന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. എവിടെയടി നിൻ്റെ കാമുകൻ, ആ ജാറിനെ ഇങ്ങോട്ട് വിളിക്കടി എന്നും പറഞ്ഞു വരുൺ. എടി കിഷോർ എവിടെയടി എന്ന്. അപ്പോഴേക്കും ദേ മുകളിലത്തെ നിലയിൽ നിന്ന് സടപടേ എന്ന് പറഞ്ഞു ഉരുണ്ട് താഴേക്ക് വരുന്നു നമ്മുടെ കിഷോർ. ഇവർ നോക്കുമ്പോൾ ദേ മേളിൽ അവർണികയും നിൽക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഗ്യാസ് അതിനേക്കാളും എന്താ പറയുന്നത് സ്പീഡിൽ അങ്ങ് പോയി എന്ന് തന്നെ പറയാം. അങ്ങനെ രസകരമായി ഇവനെ ചവിട്ടി തൊഴിച്ച് താഴേക്ക് കൊണ്ടുവരുന്നു നമ്മുടെ അവർണിക. ഇവരുടെ വായിലെ നാവൊക്കെ ഇറങ്ങിപ്പോയി. ഷൂട്ടിങ്ങൊക്കെ അവസാനിച്ച് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് അയ്യോ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വേദനിച്ചിരുന്നു അവർണിക. അവനല്ല തല്ലേണ്ടത്, നിൻ്റെ കൂട്ടുകാരിയായി കൂടെ നടന്ന് ചതിച്ച് ഇവളാണ് കിഷോറിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. അവർണിക ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഗീതാഞ്ജലി പറഞ്ഞപ്പം ഇത് ഇത്ര ക്രൂരമായിപ്പോയി, ഇങ്ങനെ ഇവനെ ഇടിച്ച് ചതയ്ക്കാൻ നിനക്ക് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചപ്പം ഇവനുള്ള ഡോസ് കൊടുത്തത് ഞാനല്ല അവരാണെന്ന് പറഞ്ഞപ്പോഴേക്കും ഇവർ മുകളിലോട്ട് നോക്കി ഇറങ്ങി വരുന്നു നമ്മുടെ അജാസും ഗോവിന്ദും കൂടി. വരുണിനിപ്പോൾ എന്താ പറയുക, ആ ഭൂമി പൊട്ടിച്ച് അതിനകത്തേക്ക് ഇറങ്ങി പോകണം എന്നുള്ളൊരു തോന്നലുണ്ട്. അതുപോലത്തെ ഒരു അവസ്ഥയായിപ്പോയി. വരുണിങ്ങനെ മിണ്ടാതെ നിൽക്കുക. ചെന്നിട്ട് ആ കിഷോറിനെ ഇങ്ങനെ വാരി അങ്ങോട്ട് എടുത്തു. അപ്പം ഞാൻ ഗോവിന്ദേട്ടനെ എത്ര തവണ വിളിച്ചു എന്ന് വരുൺ. ഏതായാലും അവർണികയും കൂട്ടി ഗോവിന്ദേട്ടൻ മുഹൂർത്ത സമയത്ത് തന്നെ വന്നല്ലോ, കണ്ടില്ലേ, രണ്ടിൻ്റെ അവിഹിതം ഞാൻ കൈയോടെ തന്നെ പിടിച്ചു, തെളിവ് സഹിതം പിടിച്ചെന്ന് പറഞ്ഞ് തീർന്നില്ല. കൊടുത്തു വരൻ്റെ ചെവിക്കല്ല് തീർത്തിട്ട് നമ്മുടെ ഗോവിന്ദൻ ഒരെണ്ണം ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൻ. അതിനുള്ള സമ്മാനമാടാ നിനക്ക് ഞാൻ തന്നത്, എന്നെയല്ല ഇവൾക്കിട്ടാ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് ഗീതുവിനെ കാണിച്ചു കൊടുക്കാം. ഏട്ടനെ ഗീതു വഞ്ചിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുൺ ഇങ്ങനെ തകർത്ത് അഭിനയിക്കുക കേട്ടോ. ഇനിയും നീ എൻ്റെ മുന്നിൽ നിന്നൊന്നും വിസ്തരിക്കണ്ട, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാടാ ഞാൻ വന്നത് എന്ന് ഗോവിന്ദൻ വരുണിനോട് പറയുമ്പം ഏട്ടാ ഞാൻ ഗീതുവും കിഷോറും ചേർന്ന് ഏട്ടനോട് എന്താ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇവരെ വിശ്വസിക്കരുത് ഏട്ടാ. ഇവരുടെ അവിഹിതം ഞാൻ കൈയോടെ കണ്ടുപിടിച്ചപ്പോൾ നിലനിൽപ്പിന് വേണ്ടി ഇവള് പലതും പറഞ്ഞിട്ടുണ്ടാവും, അതൊന്നും എൻ്റെ ഏട്ടൻ വിശ്വസിക്കരുതെന്ന് പറഞ്ഞപ്പോഴേക്കും എടാ എന്നും പറഞ്ഞിട്ടാ ഷർട്ടിൻ്റെ കുത്തിന് കയറി പിടിച്ചു. എടാ നിനക്ക് 2 നേരവും അധ്വാനിച്ചുണ്ടാക്കി തന്ന കൈയാടാ ഇത്, ഈ കൈ കൊണ്ട് നീ ഉദകക്രിയ ചെയ്യിക്കരുത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വരുൺ ഞെട്ടി, ശരിക്കും ഞെട്ടി കേട്ടോ. ഇവൻ എന്നിട്ട് പിന്നെ ഒന്നും മിണ്ടുന്നില്ല, തലയും കുനിച്ച് പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക. അങ്ങനെ നിൽക്കാനേ പറ്റുന്നുള്ളൂ. ഈ സമയം വരുണേട്ടാ എനിക്കെതിരെ നടത്തുന്ന ഗൂഢാലോചന ആദ്യം അറിഞ്ഞതേ കണ്ണേട്ടനാ, മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും വരുൺ ഇങ്ങനെ നിന്ന് ഉരുകുക.
ഉരുകിച്ചയോടുരുകിച്ച ഒന്നും പറയാനില്ലല്ലോ. ആ ജാസിങ്ങിനെ ഇവനെ കൊല്ലാനുള്ള കലിപ്പിൽ നിൽക്കുകയാണ്. ഈ ഗസ്റ്റ് ഹൗസിൽ എന്നെ കിഷോറിനൊപ്പം കൊടുക്കാമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ ഇവിടെ തന്നെ നിങ്ങളുടെ പകിടകളി അവസാനിപ്പിക്കാമെന്ന് തീരുമാനമെടുത്തതും കണ്ണേട്ടനാ. ഈ ചതുരംഗ പലകയിൽ നിങ്ങൾ വന്ന് വീഴുകയാ ചെയ്തതെന്ന് ഗീതു പറഞ്ഞു. ഒന്നാം പ്രതിയായ രാധികാമ്മയെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവരെവിടെ എന്ന് ഗീതു ചോദിച്ചപ്പോൾ ഗോവിന്ദനൊന്നും പറയാനില്ല. ഗോവിന്ദൻ ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുക കേട്ടോ. മിണ്ടാട്ടം മുട്ടിപ്പോയി ഗോവിന്ദന് പോലും. അമ്മയുടെ പേര് അതിനകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേ കുറച്ച് കഴിഞ്ഞില്ല, ദേ വരുന്നു നമ്മുടെ രാധികാമ്മ. ഇതൊന്നും അറിയാതെ അതിനകത്തേക്ക് വന്ന് പെടുവാണ് പൊട്ടത്തി. അങ്ങനെ ഭയങ്കര ശൗര്യത്തോടു കൂടി എല്ലാം കണ്ടുപിടിക്കാനുള്ള ഒരു ഇതിൽ രാധികാമ്മ ഇങ്ങനെ കയറി വരുന്നെന്ന് തകർക്കണമെന്നുള്ള ഒരു ഇതിൽ വന്നപ്പോൾ എന്താ എല്ലാ കാര്യങ്ങളും എല്ലാം റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുവാണല്ലോ. അപ്പോൾ എല്ലാം പൊളിഞ്ഞെന്നാണ് പുള്ളിക്കാർ വിചാരിച്ചത്. അപ്പോൾ ഗീതു പിടിക്കപ്പെട്ടു എന്നുള്ളൊരിതിൽ അത് പുള്ളിക്കാരി വന്നിങ്ങനെ ആസ്വദിച്ച് കണ്ടുകൊണ്ട് നിൽക്കുമ്പം അരങ്ങൊരുക്കി വെച്ചിട്ട് കളി കാണാൻ വേണ്ടി മാറി നിൽക്കുകയായിരുന്നല്ലേ എന്ന് ഗീതു ചോദിച്ചു. അപ്പം എന്താ കണ്ണാ ഇപ്പം കാര്യങ്ങളൊക്കെ നിനക്ക് ബോധ്യപ്പെട്ടോ എന്ന് അമ്മ ചോദിക്കുന്നു. ഇത് നമ്മളെ പെടുത്താനുള്ള ട്രാപ്പായിരുന്നു അമ്മയെന്ന് വരുൺ അന്നേരം പറഞ്ഞു. എന്തൊക്കെയോ പറഞ്ഞ് ഗീതു അവർണികയും കൂടെ ഗോവിന്ദേട്ടനെ മനസ്സ് മാറ്റി വെച്ചിരിക്കുകയാണെന്നും ഇവരേട്ടനെ വിഡ്ഢിയാക്കിയെന്നുള്ള കാര്യവും പറഞ്ഞ് അവിടെ കിടന്ന് രണ്ടും കൂടെ ഉരുണ്ട് കളിക്കുന്നു. വിഡ്ഢിയാകാൻ ശ്രമിച്ചവരാ ഇപ്പോൾ വിഡ്ഢിയാകാൻ പോകുന്നതെന്ന് ഗീതു പറഞ്ഞു. ഗീതുവുമായി ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ കിഷോറിനെ പ്രേരിപ്പിച്ചവർക്ക് സർ എന്ത് ശിക്ഷയാ കൊടുക്കുന്നത് എന്ന് അവർണിക ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ അമ്പരപ്പോടു കൂടി നോക്കുവാണ്. അപ്പോൾ എന്തായാലും പണി കിട്ടിയെന്ന് ഉറപ്പായി. ഗീതു ഇപ്പോഴും കിഷോറുമായുള്ള ബന്ധം തുടരുന്നെന്ന് എന്നെ വിശ്വസിപ്പിച്ചത് രാധിക മേഡവും വരുണുമാണെന്നുള്ള കാര്യം അവർണിക പറഞ്ഞു. സത്യങ്ങളെല്ലാം അവർണിക തുറന്നു പറഞ്ഞപ്പോഴേ രണ്ടെണ്ണം പെട്ടില്ലേ. ഇനി ഗോവിന്ദ് ആരുടെ മുന്നിൽ നിന്ന് ആരെ ന്യായീകരിക്കാൻ പറ്റില്ല. സാറിന് ഗീതുവിനെ വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ ഇതിങ്ങനെ അവസാനിച്ചത്. അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിച്ചേനെ. ഗീതാഞ്ജലി ഒരു ചീത്ത സ്ത്രീയായി എല്ലാവരും മുദ്രകുത്തില്ലായിരുന്നോ എന്ന് അവർണിക ചോദിച്ചു. അതിനൊന്നും നമ്മുടെ ഗോവിന്ദനും മറുപടിയില്ല. എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ കിഷോർ നിൽക്കുവാണ്. രാധയ്ക്ക് അതൊന്നും ഒരു കൂസലും ഇല്ലാത്ത മട്ടിൽ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ അപമാനം കൊണ്ട് ഇവൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുമായിരുന്നു എന്ന് അവർണിക ചോദിച്ചു. അതിനും ഗോവിന്ദന് ഒരു മറുപടിയില്ല. രാധിക അന്നേരം ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക. ഭർത്താവുള്ളപ്പോൾ കാമുകനുമായി അഴിഞ്ഞാടി നടന്നവളെന്നുള്ള ദുഷ്പേര് ജീവിതത്തിൽ മാറുമായിരുന്നോ എന്ന് ചോദിച്ചു. ഇതിനൊന്നും മറുപടിയില്ല ആർക്കും. അപ്പോൾ ഇവർക്കുള്ള ശിക്ഷ എന്താണ് സാറ് വിധിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു. ഈ സമയം കണ്ണാ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റ് ആയിരുന്നില്ലേ എന്ന് ചോദിച്ചു. ആ അതെ 100% കറക്റ്റ് ആയിരുന്നു എന്ന് രാധികയോട് ഗോവിന്ദ് പറയുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാവരും ഇങ്ങനെ ഞെട്ടുവാട്ടോ. അപ്പോൾ രാധിക ജയിച്ചു എന്നുള്ളൊരിതിൽ നീയുമായി ബന്ധമുണ്ടെന്ന് അമ്മയും വരുണിനെയും തെറ്റിദ്ധരിപ്പിച്ചത് കിഷോറാണ് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും അത് കിഷോറിൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടി. അപ്പോൾ അങ്ങനെ ഇവരെ വീണ്ടും നല്ലവരാക്കി. അത് വിശ്വസിച്ചതാണ് ഇവർ ചെയ്ത തെറ്റ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെയും അവരെ ഗോവിന്ദിങ്ങനെ. അപ്പോൾ രാധിക എന്തായാലും സേഫ് സോണിലായി. അതുപോലെ തന്നെ വരുണും കിഷോറിനെ കൊണ്ട് ഈ ഇല്ലാക്കഥയൊക്കെ ഉണ്ടാക്കിച്ചത് ഇവരാണെന്ന് നമ്മുടെ ഗീതു പറഞ്ഞപ്പോൾ ഗീതു നിന്റെ തെറ്റിദ്ധാരണ മാറ്റാനുള്ള സമയമായി. ഇതേക്കുറിച്ച് പറയാൻ ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുൻപ് രാധികാമ്മ എന്നെ വിളിച്ചിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ പുള്ളിക്കാരി ഒരു നേരം മുന്നേ അങ്ങോട്ട് എടുത്ത് എറിഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഗോവിന്ദനെ കൺവിൻസ് ചെയ്ത കാര്യങ്ങളെല്ലാം ഇങ്ങനെ വന്നതും സംസാരിക്കും ആ ഒരു ഇതിൽ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു സിറ്റുവേഷനിൽ ഗീതു പോലും അന്താളിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും കാത്തിരുന്ന് കാണുക ഇന്നത്തെ അടിപൊളി വിശേഷം. അവസാനം വലിയ ഇതൊന്നും ഇല്ലെങ്കിലും തുടക്കത്തിലും അത്രത്തോളം കാര്യങ്ങളിൽ രസകരമായിട്ട് തന്നെ കണ്ടു തീർക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.